ശങ്കര, ഞാനിവിടെ ഉണ്ട്. എന്താ വേണ്ടേ? ഒന്നുകിൽ അവന്മാരോട് നല്ലോണം കൊട്ടാൻ പറ, അതല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങോട്ട് താ. അവരെയൊക്കെ നന്നായി ഞാൻ കൊട്ടാം. ദേ, ഈ കോപ്രാട്ടി കാണിക്കാനല്ല പറഞ്ഞ കൂലിക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുവന്നത്. ഇവിടെ ഒരു മംഗളകർമ്മം നടക്കാൻ പോവാ. എന്റെ മരുമകൻ വേലായുധം കുട്ടിയുടെ അനിയത്തി വിലാസിനിയുടെ കല്യാണം. വരനൊരു ഡോക്ടറാ. ഞാനാ ബ്രോക്കർ, പേര് കുഞ്ഞാപ്പു. ആ, ഇതാണ് പിടിച്ചേ. ഒരു നല്ല കീർത്തനം അങ്ങോട്ട് വായിച്ചേ. എന്ത് കീർത്തനം വായിക്കണ്ടേ? എന്ത് കീർത്തന വായിക്കണ്ടേന്ന്? അവരോട് ഡിങ്കിരി ഡിങ്കാലെ വായിക്കാൻ പറ, അതപ്പൊ നല്ലത്. ആ പയ്യനോട് സ്റ്റെതസ്കോപ്പ് എടുത്ത് മാറ്റി വെക്കാൻ പറ കുഞ്ഞാപ്പു. ഡോക്ടർ എന്ന് വെച്ച് താലി കെട്ടുമ്പോഴും പരമേശ്വരനെ പോലെ ഇത് കഴിച്ചിട്ടുണ്ടോ? ചുറ്റും അങ്ങേർക്ക് അത്രയും തിരക്കാ. ഇതൊരു സാധാരണ ഡോക്ടർ അല്ല. ആണും പെണ്ണുമായിട്ട് ഓപ്പറേഷൻ തിയേറ്ററിന് മുമ്പിൽ ഇങ്ങനെ ക്യൂ നിൽക്കുകയാണ്. മുഹൂർത്തം തെറ്റാതിരിക്കാൻ വേണ്ടി സമയത്ത് എത്തിയെന്നുള്ളൂ ഓടിപ്പിടിച്ച്. ഏട്ടാ, മുഹൂർത്തം ആകാറായില്ലേ? പിന്നെ മാലയിടേണ്ട താമസമുള്ളൂ. പയ്യൻ തിയേറ്ററിലേക്ക് ഓടും. പറഞ്ഞില്ലാന്ന് വേണ്ട. പിന്നെ അങ്ങനെ കല്യാണം കഴിഞ്ഞ ഉടനെ സിനിമയ്ക്കൊന്നും പോകണ്ട. സിനിമാ തിയേറ്റർ അല്ല, ഓപ്പറേഷൻ തിയേറ്റർ. ആഹാ, പെങ്ങക്ക് ഇപ്പൊ സന്തോഷായില്ലോ. ഒരു ഡോക്ടർക്ക് തന്നെ വിലാസിനിയെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കണമെന്ന് വേലായുധം കുട്ടിയുടെ ആഗ്രഹമായിരുന്നു. അവനത് സാധിച്ചു. അവൻ വേലായുധനല്ലേ ഏട്ടാ? സാക്ഷാൽ വേലായുധൻ. എന്നിട്ട് ആ വേലായുധൻ എവിടെ? വിശ്രമമില്ലാത്ത ഓട്ടായിരുന്നില്ലേ? ക്ഷീണം കൊണ്ടുള്ള ഉറക്ക. വേലായുധം കുട്ടി, വേലായുധം കുട്ടി എന്തായി കാണിക്കണേ? മുഹൂർത്തത്തിനുള്ള സമയമായി. കല്യാണം കഴിഞ്ഞ ഉടനെ ചെക്കൻ ആശുപത്രിയിലേക്ക് ഓടണത്രേ. ഊണ് കഴിക്കാൻ കൂടി നിക്കണില്ലാന്ന്. വേലായുധം കുട്ടി ഒന്ന് പോയി മുഖം കഴിക്കേ. മുഹൂർത്തം തെറ്റും. പിന്നെ ഡോക്ടറെ വഴിക്ക് പോവും. ഒടുക്കം വല്ല കമ്പൗണ്ടറെ വിളിച്ച് കട്ടിക്കേണ്ടി വരും. വേം വന്നേ. ഒന്ന് മാറി. അച്ഛനെവിടെ? ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. മുത്തശ്ശിയോ? ഹാജർ, ഞാനിവിടെ ഉണ്ട്. വായിച്ചോ. മിടുക്കൻ, നീയാണടാ ശരിയായ വേലായുധം കുട്ടി. നീ ഉശിരുള്ളവനാ. ഞാൻ ഉശിരി കാണിക്കാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ അമ്മാവ. ഇതതിന്റെ ഒരു തുടക്കമല്ലേ? കഴിവില്ലെങ്കിലും പെങ്ങക്കൊരു ഡോക്ടറെ കണ്ടുപിടിക്കുമെന്ന് ഇവൻ എന്നോട് പറഞ്ഞപ്പോ എനിക്കിവനോട് പുച്ഛമായിരുന്നു. ആ വേലായുധം കുട്ടി ഇന്നിതാ വിജയക്കൊടി നാട്ടിയിരിക്കുന്നു. ശരിയായ ആണത്വം എന്താണെന്ന് അവൻ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. അമ്മാവനായ എനിക്കതിൽ അഭിമാനമുണ്ട്. അതൊന്ന് മുത്തയ്ക്ക് പറഞ്ഞേ. ആ, ഇതിന് പ്രതിഫലമായി അമ്മാവൻ നിനക്ക് എന്താണ് തരേണ്ടത്? അമ്മാവൻ എന്ത് തന്നാലും ഞാൻ വാങ്ങും. എന്നാൽ ഈ കൂടി നിൽക്കുന്ന സർവരെയും സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്പരം ബദ്ധവൈരികളായി നിൽക്കുന്ന കളരിക്കൽ കിഴുക്കാന്തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ അവർകൾ പണ്ടാരവളപ്പിൽ വേലായുധം കുട്ടിയോട് പറയുന്നു. എന്തു പറയുന്നു? എന്തായാലും വേഗം പറ. ഈ കൂടി നിൽക്കുന്നവരിൽ വേലായുധം കുട്ടി മതിമറന്ന് സ്നേഹിക്കുന്ന ഏതോ ഒരു സുന്ദരി പെൺകുട്ടി ഉണ്ടെന്ന് ഞാൻ അറിയുന്നു. സത്യമാണ്, ഉണ്ട്. അവൾ ഏതാണെന്ന് ധൈര്യത്തോടെ നീ ചൂണ്ടിക്കാണിക്ക്. ഈ നെഞ്ചിൽ ജീവനുണ്ടെങ്കിൽ അമ്മാവൻ ആ കല്യാണം നടത്തിത്തരും. വെറും വാക്കല്ലോ. ശങ്കരൻകുട്ടി മേനോൻ അവർകൾ വെറും വാക്ക് പറയാറില്ല. ഞാൻ കാണിക്കും. ധൈര്യമായിട്ട് കാണിക്ക്. കാണിച്ചു കൊടുക്കടാ. അത് അമ്മിണിക്കുട്ടിയല്ലേ? അതെ. അവൾ എന്റെ ഒരേ ഒരു മോളല്ലേ? അതെ. അവളെ തന്നെ വേണോ നിനക്ക്? വേണം. തന്നില്ലെങ്കിലോ? ഞാൻ വാങ്ങും. ക്ഷമയ്ക്കൊക്കെ ഒരു അതിരുണ്ട്. ഈ ശങ്കരൻകുട്ടി മേനന്റെ തനിനിറം ഇതുവരെ നിങ്ങൾ ആരും കണ്ടിട്ടില്ല. അകത്ത് വേലായുധം കുട്ടി കിടന്നുറങ്ങുന്നുണ്ട്. ഞാൻ പറയാം അവനോട്.
മനുഷ്യനായ വാക്കിന് വ്യവസ്ഥ വേണം. ഇരപ്പാളിത്തരം കാണിച്ച് അകത്ത് ചുരുണ്ടുകൂടി കിടക്കല്ലേ വേണ്ടത്. അമ്മാവനപ്പുറത്ത് അമ്മയോടും മുത്തശ്ശിയോടും വഴക്കടിക്കുന്നു. ആ 27,000 ഇപ്പൊ തന്നെ വേണമെന്ന്. ആട്ടി കൊണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചതാ കണ്ടത് സ്വപ്നമായിരിക്കുമെന്ന്. ഏട്ടനെ എന്ത് സ്വപ്ന കണ്ടേ? നിന്റെ കല്യാണം ഒരു ഡോക്ടറടി കെട്ടിയത്. ആ കല്യാണം വരെ ആ മനുഷ്യൻ വന്ന് കലക്കി. ഇങ്ങനെ മനുഷ്യ പറ്റില്ലാത്തൊരു സാധനം. ഏത് 27,000 അയക്കപ്പോ കൊടുക്കേണ്ടത്? ഏട്ടൻ ഗൾഫിൽ പോകാൻ വിസയ്ക്ക് വേണ്ടി വാങ്ങിയത് അത്രേ. എണ്ണി വാങ്ങുമ്പോഴും നക്കി തിന്നുമ്പോഴും അത് മറ്റൊരാളുടെ മുതലാണെന്നുള്ള ഓർമ്മ വേണം. അതാ അഭിമാനം. ഏട്ടൻ ഞങ്ങൾക്ക് അന്യനാണോ? അന്യം തന്നെയാ. എന്റെ നിന്റെ അച്ഛൻ ഒന്നാണെങ്കിലും അമ്മ രണ്ടാ. എനിക്ക് രണ്ടായിട്ടേ കാണാൻ പറ്റൂ. എടാ, മരിച്ചുപോയി അങ്ങേര് തന്നെയാണോ നിന്നെ ഇങ്ങനെ പറയാൻ പഠിപ്പിച്ചത്? ദേ, എന്റെ അച്ഛനെ കുറ്റം പറയരുത്. രണ്ടാങ്കട്ടാണെങ്കിലും നിങ്ങൾ എന്റെ അച്ഛനെ പാട്ടത്തിനൊന്നും എടുത്തിട്ടില്ല. ഞാൻ കണ്ടതിന് ശേഷം അച്ഛനെ നിങ്ങൾ കണ്ടത്. ആ സീനിയോറിറ്റി എന്തായാലും എനിക്കുണ്ട്. എന്ത് റേറ്റി? ഈ തള്ളക്ക് ഇംഗ്ലീഷ് പറഞ്ഞാൽ മനസ്സിലാവില്ലെന്നുണ്ടോ? അവൻ ഗൾഫിൽ പോകാൻ പണം വാങ്ങിയത് നേരാ. വിസ തരാമെന്ന് പറഞ്ഞവൻ മുങ്ങി. അത് അവന്റെ കുറ്റാണോ? ആരുടെ കുറ്റായാലും വാങ്ങിയത് മുഴുവൻ എനിക്ക് പലിശ അടക്കം ഇപ്പൊ കിട്ടണം. അമ്മാവനെന്ന് നിൽക്കുന്നു, ഇരിക്കാലോ. വേണ്ട, നീ എന്നെ ഇരുത്തണ്ട. വാങ്ങിയ പണം അന്തസ്സായിട്ട് തിരിച്ചു തന്നാ മതി. ഞാൻ പോയിക്കൊള്ളാം. കുറച്ച് പണം വാങ്ങിയതിന് പേരും പറഞ്ഞ് അമ്മാവൻ എന്നും ഇവിടെ വന്നിങ്ങനെ തുള്ളിയ നാട്ടുകാരുടെ മുമ്പിലും ഞങ്ങളുടെ മുമ്പിലും അമ്മാവന് ഒരു വിലയുണ്ടാവില്ല. അമ്മാവനൊരു അന്തസ്സേട് വരുന്നത് മരുമകനായ എനിക്കും കുറച്ചില്ല. ഒന്നുമില്ലെങ്കിലും അമ്മണിയെങ്കിലും ഞാൻ ഓർക്കണ്ടേ. ദേ ഒറ്റ തൊഴി. അത്രയ്ക്ക് ഉശിരുണ്ടെങ്കിൽ നീ എന്റെ കുട്ടി ഒന്ന് തൊടിക്കണം ശങ്കര. മുത്തശ്ശി, അമ്മാവൻ തൊഴിക്കട്ടെ. ഒന്നുമില്ലെങ്കിലും എന്റെ അമ്മണിക്കുട്ടിയുടെ അച്ഛനല്ലേ. ഒരു മരുമകൻ എന്റെ മോളുടെ ദേഹത്ത് മനസ്സ് വെച്ചിട്ടുള്ള വർത്താനം പറഞ്ഞാലുണ്ടല്ലോ, ശങ്കരൻകുട്ടി മേനെ ആരാണെന്ന് അപ്പ അറിയും. എന്താടാ പറഞ്ഞത്? നിന്റെ മോള് ബിഎക്ക് എങ്ങനെയാ തോറ്റത്? പരീക്ഷ പേപ്പറില് ചോദ്യത്തിന് ഉത്തരം എഴുതാതെ വേലായുധ കുട്ടി നിരത്തി അങ്ങോട്ട് എഴുതി വെച്ചിട്ടല്ലടാ തോറ്റത്. അത് സംഗതി നേരാ. അങ്ങനെ അവള് ബിഎക്ക് രണ്ടാമതും തോറ്റത്. ഓഹോ, ഏട്ടൻ ഒന്ന് പോണുണ്ടോ? പണം എങ്ങനെയെങ്കിലും തരാം. ഒന്നുമില്ലെങ്കിൽ ഈ വീട് വിറ്റിട്ടെങ്കിലും തരാം. അതിന് വിൽക്കണമെന്നില്ല. തരാനുള്ളത് കഴിച്ച് ബാക്കി പണം അങ്ങോട്ട് തരാം. വീടിന്റെ 3/4 ഭാഗവും ഇപ്പോഴും കടായിട്ട് എന്റെ തന്നെയാ. അത് പലിശയും തീർത്ത് ഇങ്ങോട്ട് തരുന്നു, അതോ ബാക്കിയുള്ളത് അങ്ങോട്ട് വാങ്ങി ഇവിടുന്ന് ഒഴിഞ്ഞു തരുന്നു? എന്താ എന്നെ സംഭവം? ഇവിടെ പ്രത്യേകിച്ചൊരു സംഭവമില്ല. ഓ, താൻ നാളെ മുതൽ ഇവിടെ ചെത്താൻ വരണ്ട. ഈ വീടും പുരയോടും ഇനി എന്റെ കസ്റ്റഡിയില. അത് തന്നെ സംഭവം. താൻ ഈ മീശം വെച്ച് ആരപ്പിണ്ടം വെക്കാനാ പോണേ? നമ്മുടെ കൊച്ചുണ്ണിയല്ലേ? എന്താ കൊച്ചുണ്ണി ചത്ത? അല്ല, നാളെ മതി 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 മതി. താൻ വേഗം പോയിട്ട് ആധാരം എഴുത്താരെ വിളിച്ചോണ്ട് പോവാൻ. ഇത് ഇന്ന് തന്നെ എഴുതണം. ഓ, എന്താ അങ്ങോട്ട് പോടോ. അപ്പൊ എന്താ ഇവിടെ ചെരുപ്പ്? ഒരു മരക്കെഴുങ്ങൻ. കൃഷ്ണ ഗുരുവായൂരപ്പ. അതും ശരി, അവിടെ ഇരിക്കട്ടെ. നീ ആ വണ്ടിയിലുള്ള സാധനം കയറി. അപ്പോഴേ സൈക്കിളൂടെ വെച്ചാൽ മതിയോ? അതവിടെ ഇരിക്കട്ടെ. എന്നാ അവിടെ ഇരിക്കട്ടെ. നീ എന്തിനാടാ മോനെ ഇങ്ങനെ വിഷമിച്ച് നിക്കണത്? പോയത് പോട്ടടാ, നമുക്ക് ഈ വീട് മതി. മതി. കടം വാങ്ങണതും വീട് ഒഴിഞ്ഞു കൊടുക്കണതും ഒക്കെ സർവ്വസാധാരണയാ. നമ്മള് പെരുവഴിയിലേക്കൊന്നുമല്ലല്ലോ വന്നത്. അത്ര വലിയ പേരും പെരുമയൊന്നും ഇല്ലെങ്കിലും നിന്റെ അച്ഛന് ഭാഗം കഴിച്ചു കിട്ടിയ വീടാ ഇത്. ഇതും ഒരു തരത്തില് സ്വർഗ അല്ലേടാ നാണുകൂട്ടാ? അതെ അതെ. നാനുവേട്ടന് ഇങ്ങനൊരു വീട് ഭാഗം കിട്ടിയ വകകളിൽ ഞാൻ എപ്പോഴാ അറിയണത്. ചെറുതായാൽ എന്താ, ഇതിന് ഇതിൻ്റെതായ ഒരു അന്തസ്സുണ്ട്. അതന്നെ, വിട്ടുകൊടുക്കരുത് വേലായുധ കുട്ടിയെ. ശങ്കരനല്ല അവന്റെ തന്ത വന്നാലും നീ അവളെ തന്നെ കെട്ടണം. ഈ ശങ്കരന്റെ തന്ത മുത്തശ്ശിയുടെ ഭർത്താവല്ലേ? അയ്യോ, ഞാൻ ആ കാര്യങ്ങൾ മറന്നുപോയി. അങ്ങേര് പാവാ. ഈ മുത്തശ്ശിയാ ഏട്ടന് പിരിയേറ്റുന്നത്. അക്കാര്യത്തിൽ നീയും മോശക്കാരിയല്ല. നീ അവളെ കുറ്റം പറയണ്ട, നീയും മോശല്ല. അത്രയ്ക്കും നല്ല കുട്ടിയെ അമ്മണി. മുൻപേ ഇതൊക്കെ കണ്ടറിഞ്ഞ് പെരുമാറേണ്ടതായിരുന്നു. അന്ന് അത് ചെയ്തില്ല. അതാ ഇന്ന് എന്റെ കയ്യിൽ ഒതുങ്ങാതെ ഇതൊക്കെ വഴുതി കളിക്കുന്നത്. സംഖ്യ അങ്ങ് ഏൽപ്പിക്കേ വേണ്ടി വന്നുള്ളൂ. അവനാ മുമ്പിൽ ഇറങ്ങിയത്. ഇറങ്ങിക്കോട്ടെ, എനിക്കെന്താ. ഞാനത് അമ്മണിയുടെ പേരിൽ എഴുതും. അവൾക്കും വേണമല്ലോ ഒരു കല്യാണം. ദാരിദ്ര്യം പറഞ്ഞ് എനിക്ക് ഇങ്ങോട്ട് വേല വെച്ച തിരിച്ച് അങ്ങോട്ട് വേല വെക്കാനും എനിക്ക് കഴിയും.
എന്താ നങ്ങേലിക്ക് സംശയമുണ്ടോ? ഇല്ല. അതൊന്ന് മൂത്തോക്കി പറയൂ. ഇല്ല. ആ, എന്റെ അച്ഛൻ എന്നെ പോലെ തന്നെ ഒരു പാവായിരുന്നു. അച്ഛൻ സമ്പാദിച്ചത് ആ വീടും പറമ്പും. അമ്മ മരിച്ചപ്പോ ആ തള്ള അച്ഛനെ വശീകരിച്ചു. എന്തിനാ പാവ അമ്മയെ പറ്റി അനാവശ്യം പറയുന്നത്? അനാവശ്യല്ലടി, പരമാർത്ഥ. വശീകരണ ഭസ്മം പാലിലരച്ചു കൊടുക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാ. ഒരു കാര്യം ഓർത്തോ, ആണായിട്ടും പെണ്ണായിട്ടും ഞാൻ ഒറ്റ വിത്ത് എറിഞ്ഞിട്ടുള്ളൂ. അത് പെണ്ണായിട്ട് മുളക്കുകയും ചെയ്തു. അവളായി ഇപ്പൊ എന്റെ നേരെ യുദ്ധം ചെയ്യാൻ ഒരു ഉണക്കപ്രായമായിട്ട് വന്നിരിക്കുന്നത്. പിന്നെന്തിനാ ചെറുപ്പം മുതലേ കുട്ടിയേട്ടൻ എന്റെ ആണെന്ന് അച്ഛൻ പറഞ്ഞത്? ഞങ്ങളോട് ആരും അന്നെന്തേ കാണണ്ട, മിണ്ടണ്ട, സ്നേഹിക്കണ്ടെന്നൊന്നും പറയാതിരുന്നത്? ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്ക് കുട്ടിയേട്ടൻ ജീവനാ. ചെറുപ്പത്തിൽ നിന്റേതാണെന്ന് പറഞ്ഞ അച്ഛൻ നിനക്ക് ഒരു ഓട്ടമുക്കാല് തന്നിട്ടുണ്ട്. നീ ഇപ്പോഴത് കെട്ടിപ്പിടിച്ച് നടക്കടി. വേലായുധം കുട്ടിയേട്ടൻ എന്തായാലും ഒരു ഓട്ടമുക്കാലൊന്നും അല്ലല്ലോ. എനിക്ക് ഇവിടെ നിങ്ങളുടെ അരിച്ചരിച്ചും മതി, നീ അപ്പുറത്തെ കാണും പോ. വളർന്നു വളർന്ന ഒരു കൊള്ളി ബിസ്കിന്റെ വലിപ്പമായുള്ളൂ. വർത്താനം കേട്ടാത്തൊന്നും ഉണ്ണിയാർച്ചയാന്ന്. നിന്റെ വളർത്തലിന്റെ ദോഷ. ഒന്നും പഠിക്കണ്ട, ഒരു പരീക്ഷയും പാസ്സാവണ്ട. എപ്പോ നോക്കിയാലും ഒടുക്കത്തെ ഒരു കുട്ടിയേട്ടൻ. അവനൊന്ന് ചത്ത് കിട്ടിയ എനിക്കൊരിത്തിരി സമാധാനായി. ഈ അച്ഛൻ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ല. ഒന്നും സാരമില്ല മോളെ, ഒക്കെ ശരിയാകും. ഞാൻ വേലായുധം കുട്ടി ഒന്ന് കാണട്ടെ. പിന്നെന്തിന് എല്ലാവരും കൂടെ എന്നെ മോഹിപ്പിച്ച്? ഞങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് എല്ലാവർക്കും തല്ലി പിരിഞ്ഞുകൂടായിരുന്നു. നീ ഒന്ന് ചിണുങ്ങായിരിക്കുന്നുണ്ടോ? ചിണുങ്ങാൻ മാത്രം ഇപ്പൊ ഇവിടെ എന്താ ഉണ്ടായത്? കടം വാങ്ങിയാൽ ആരും തിരിച്ചു ചോദിക്കും. നിന്റെ അച്ഛൻ പറഞ്ഞാലും കാര്യമുണ്ട്. അയ്യോ, ക്ലാസ്സിലെത്താൻ വൈകി. ഞങ്ങൾക്കിപ്പോ മലയാളം ക്ലാസ് എടുക്കുന്നത് കുട്ടിയേട്ടനാ.